ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള 4 ചെറുപ്പഴമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ 5 വരെ എടുക്കുക. അതൊരു മീഡിയം വലുപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി മിക്സിന് ജാർ എടുക്കുക. ഇതിലേക്ക് ഈ ഒരു പഴം ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാലിപ്പൂവനോ അല്ലെങ്കിൽ കദളി ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള തന്നെ എടുക്കുക. പിന്നെ ഒത്തിരി അങ്ങ് പഴുപ്പ് കൂടി പോയതെടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒന്ന് കുതിർന്നിട്ട് വരും. അതും കൂടെ ഈ ഒരു മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. കൂടെ തന്നെ ഒരു 5 രൂപൻ്റെ ഹോർലിക്സിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ചേർക്കേണ്ട, അതിന് പകുതി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാകും. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒരു വലിയ തേങ്ങൻ്റെ പാല് ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. ഇതിലേക്ക് മൊത്തത്തിൽ 2 കപ്പ് തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കറക്റ്റായിട്ടാണ് ഉള്ളത്. നല്ല പോലെ ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള നട്ട്സൊക്കെ നല്ല പോലെ അരിഞ്ഞിട്ട് കിട്ടണം. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. ഈ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് നല്ലതായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പശുവിൻ്റെ പാലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടെ ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ചേർക്കുക. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് സോക്കായിട്ട് കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുതിർന്നിട്ട് വന്നോളും. ഇതവിടെ ഇരിക്കട്ടെ. ഇനി അടിച്ചെടുത്തുള്ള മിക്സ് ഇത് ഫുള്ളായിട്ട് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ചെറുപ്പഴം തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2 ചെറുപ്പഴമാണ് കേട്ടോ. കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കസ്കസും കൂടെ ഫുള്ളായിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈഗറിൻ്റെ ബദാം മിക്സാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാകുക. അപ്പോൾ ഒരു 3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി, കൂടുതലായിട്ട് ചേർക്കണ്ട. അളവിൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. കൂടിപ്പോയാൽ അതിങ്ങനെ കുത്തനെ ടേസ്റ്റ് ആവും കേട്ടോ ഉണ്ടാവുക. നല്ല പോലെ ഈ ഒരു രീതിയിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഇതിങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്താലും മതിയാകും. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇതുണ്ടാകുക. പിന്നെ ഇതിൻ്റെ പ്രത്യേക ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ബദാം മിക്സാണ്. അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ അതില്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അടിപൊളി തന്നെയാണ്. ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സിന് ഒരു 6 ഗ്ലാസ് വരെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു അളവ് വെച്ചിട്ട്. ഇനി വലിയ ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വരെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഈ ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് ബദാം പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഡ്രിങ്ക് കുടിക്കുമ്പോൾ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്